നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ആർടെമിസ് 2 ദൗത്യം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിൽ പേടകത്തിന്റെ താപകവചത്തിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ മറ്റൊരു ബദൽ മാർഗവുമില്ലെന്ന് നാസ മുന്നറിയിപ്പ് നൽകുന്നു. ദൗത്യത്തിലെ ഏറ്റവും അപകടകരമായ നിമിഷങ്ങളാണിതെന്നും ശാസ്ത്രലോകം വിലയിരുത്തുന്നു. രണ്ടാം ഘട്ട ദൗത്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കവേ നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ ആണ് തന്റെ ആശങ്ക പരസ്യമാക്കിയത്. ആർടെമിസ് സംഘം സുരക്ഷിതമായി പസഫിക് സമുദ്രത്തിൽ ഇറങ്ങുന്നതുവരെ തന്റെ രക്തസമ്മർദ്ദം ഉയർന്നു തന്നെയായിരിക്കും എന്നും താപകവചം പരാജയപ്പെട്ടാൽ പ്ലാൻ ബി എന്നത് നമ്മുടെ മുന്നിലില്ല, അത് കൃത്യമായി പ്രവർത്തിച്ചേ മതിയാകൂ എന്നാണ് ഐസക്മാൻ വ്യക്തമാക്കിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അതികഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ ആർടെമിസ് പേടകത്തിന് ഒരൊറ്റ താപകവചം മാത്രമാണുള്ളത്. ഏകദേശം 88 ലക്ഷം പൗണ്ട് ഊർജത്തോടെ കുതിച്ചുയർന്ന കൂറ്റൻ റോക്കറ്റിന്റെ ശക്തിയെ പ്രതിരോധിച്ചാണ് ഓറിയോൺ പേടകം ഭൂമിയിലേക്ക് തിരിച്ചെത്തേണ്ടത്. അന്തരീക്ഷത്തിൽ ഉരസുമ്പോഴുണ്ടാകുന്ന ഘർഷണവും ഊർജവും സുരക്ഷിതമായി പുറന്തള്ളുക എന്നത് വലിയ വെല്ലുവിളിയാണ്. നാസയുടെ റീഡ് വെസ്റ്റ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നിവരും കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ജെറമി ഹാൻസണും അടങ്ങുന്ന 4 അംഗ സംഘമാണ് പേടകത്തിലുള്ളത്. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ സാന്റിയാഗോ തീരത്ത് പേടകം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പുള്ള പരീക്ഷണ ദൗത്യത്തിൽ താപകവചത്തിൽ ചില വിള്ളലുകൾ കണ്ടിരുന്നത് നിലവിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 2022 നടന്ന ആർടെമിസ് 1 പരീക്ഷണത്തിൽ ആളില്ലാത്ത ഓറിയോൺ പേടകത്തിന്റെ താപകവചത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി കരിഞ്ഞ അവശിഷ്ടങ്ങൾ അടർന്നു മാറിയിരുന്നു. ഉൾവശത്തുണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് തള്ളാൻ കഴിയാത്തതാണ് ഇതിന് കാരണമായതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ പാളിച്ചകൾ പരിഹരിച്ചാണ് പുതിയ പേടകം സജ്ജമാക്കിയിരിക്കുന്നത്. മടങ്ങിവരവിന്റെ ആദ്യഘട്ടത്തിൽ മണിക്കൂറുകൾ 25,000 മൈൽ വേഗതയിലാണ് ഓറിയോൺ അന്തരീക്ഷത്തിലേക്ക് കുതിക്കുന്നത്. ഈ ഘട്ടത്തിൽ പേടകത്തിന് പുറത്തെ താപനില 5000 ഫാരൻഹീറ്റ് വരെ ഉയരും. ഈ അമിത താപം കാരണം പേടകത്തിന് ചുറ്റും പ്ലാസ്മ എന്ന വാതകാവസ്ഥ രൂപപ്പെടുകയും മിഷൻ കൺട്രോളുമായുള്ള ആശയവിനിമയം ഏതാനും മിനിറ്റുകൾ തടസ്സപ്പെടുകയും ചെയ്യും. ഈ അഗ്നിപരീക്ഷ അതിജീവിച്ചാൽ മാത്രമേ പാരച്യൂട്ടുകൾ വിടരുകയുള്ളൂ. ഏകദേശം 300 മൈൽ വേഗതയിലേക്ക് പേടകത്തെ താഴ്ത്താൻ ആദ്യഘട്ട പാരച്യൂട്ടുകൾ സഹായിക്കും. തുടർന്ന് 3 വലിയ പാരച്യൂട്ടുകൾ വിടരുന്നതോടെ വേഗത മണിക്കൂറിൽ 17 മൈലായി കുറയുകയും പേടകം കടലിൽ പതിക്കുകയും ചെയ്യും. ആധുനിക ബഹിരാകാശ ദൗത്യങ്ങളിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷാ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഐസക്മാൻ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം നിർണായക ഘടകങ്ങൾക്ക് പകരമായി മറ്റൊന്നുകൂടി ഉറപ്പാക്കുന്ന രീതിയിലേക്ക് നാസ മാറുമെന്നും ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരിച്ചുള്ള യാത്രയ്ക്ക് മുമ്പ് ചന്ദ്രനെ ചുറ്റിയുള്ള 6 മണിക്കൂർ യാത്രയിൽ സഞ്ചാരികൾ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത ഭാഗത്ത് വിചിത്രമായ ജ്യാമിതീയ രൂപങ്ങളും പച്ചയും തവിട്ടും കലർന്ന നിറങ്ങളും കണ്ടതായി സഞ്ചാരികൾ റിപ്പോർട്ട് ചെയ്തു. ഇത് ചന്ദ്രന്റെ പ്രതലത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്കും വഴി തുറക്കും. 1970 അപ്പോളോ 13 ദൗത്യത്തിന്റെ റെക്കോർഡ് തകർത്താണ് ആർടെമിസ് 2 ചരിത്രം കുറിച്ചത്. ഭൂമിയിൽ നിന്ന് 2,52,756 മൈൽ അകലെ എത്തിയ സംഘം മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച വ്യക്തികളായി മാറി. എങ്കിലും സുരക്ഷിതമായി മടങ്ങിയെത്തിയാൽ മാത്രമേ ഈ റെക്കോർഡ് നേട്ടം പൂർണ്ണമാകുകയുള്ളൂ എന്നാണ് നാസ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോളോ 13 ദൗത്യത്തെക്കുറിച്ച് റെക്കോർഡ് ദൂരം ഭേദിച്ചാണ് ഇത്തവണ ആർടെമിസ് 2 ദൗത്യം യാത്ര ചെയ്യുന്നത്. 1970 ഏപ്രിൽ 11 വിക്ഷേപിച്ച അപ്പോളോ 13 ദൗത്യ സംഘത്തിന് യാത്രക്കിടെ ഉണ്ടായ അടിയന്തര സാഹചര്യത്തെ തുടർന്നും യാത്ര പൂർത്തിയാക്കാതെ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു. അന്ന് 2,48,655 മൈലാണ് അപ്പോളോ 13 പേടകം യാത്ര ചെയ്തത്. ഈ റെക്കോർഡാണ് ഓറിയോൺ പേടകം ഭേദിച്ചത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 2,52,756 മൈൽ ദൂരത്തേക്ക് ആർടെമിസ് 2 ദൗത്യസംഘം യാത്ര ചെയ്തു. അന്ന് പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾക്കിടയിലാണ് അപ്പോളോ 13 ദൗത്യസംഘം യാത്ര ചെയ്തതെങ്കിൽ ഇപ്പോൾ മനുഷ്യരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ഏറെ മികവുറ്റ രീതിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാനാവുമെന്ന് ആർടെമിസ് 2 ദൗത്യസംഘം തെളിയിച്ചു.
ഏകദേശം 7 മണിക്കൂർ നീണ്ടുനിന്ന അതിസൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത ദൗത്യമായിരുന്നു ലൂണാർ ഫ്ലൈ ബൈ. ചന്ദ്രൻ അരികിലൂടെയുള്ള ഈ സഞ്ചാരത്തിലൂടെ ഏകദേശം 5 മണിക്കൂർ നേരം ചാന്ദ്ര നിരീക്ഷണം നടത്താൻ ദൗത്യ സംഘത്തിനായി. പേടകത്തിലെ വിളക്കുകൾ അണച്ചും ക്യാമറകളും നിരീക്ഷണ ഉപകരണങ്ങളും സജ്ജമാക്കിയും മികച്ച രീതിയിൽ ചന്ദ്രനെ നിരീക്ഷിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ സഞ്ചാരികൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. ഈ സമയത്ത് എന്തെല്ലാം ചെയ്യണമെന്നതിൽ ദൗത്യം വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ നാസ വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു. തത്സമയ സംരക്ഷണം ആരംഭിക്കുന്നതിനും പേടകത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ചന്ദ്രനിലെ വിവിധങ്ങളായ ലക്ഷ്യസ്ഥാനങ്ങൾ വിശദമായി പഠിക്കുന്നതിനുള്ള പദ്ധതികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും ഒരേ വേഗത്തിലായതിനാൽ ഭൂമിയിൽ നിന്ന് എപ്പോഴും ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് കാണുക. ചന്ദ്രന്റെ മറുവശത്തേക്ക് ബഹിരാകാശ പേടകങ്ങൾ പോയിട്ടുണ്ടെങ്കിലും രഹസ്യങ്ങളുടെ കലവറയായ ആ ഭാഗം നേരിൽ കാണാനും അറിയാനുമുള്ള അവസരമായിരുന്നു ഇത്. അപ്പോളോ ദൗത്യത്തിലൂടെ വളരെ കുറച്ചു പേർ മാത്രമേ ചന്ദ്രന്റെ ഈ അർദ്ധഗോളം നേരിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ മുമ്പ് പഠിക്കാൻ പ്രയാസകരമോ അസാധ്യമോ ആയിരുന്ന പ്രദേശങ്ങളിലെ ദീർഘവും വിശദവുമായ നിരീക്ഷണങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് ആർട്ടിമിസ് 2 മുന്നേറുകയാണ്. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ധാരാളം ഗർത്തങ്ങൾ നിറഞ്ഞതാണ് ചന്ദ്രന്റെ മറുവശം. സൂര്യപ്രകാശം പതിക്കാത്ത ഇവിടം ഇരുട്ടാണ്. ഏകദേശം 380 കോടി വർഷം പഴക്കമുള്ളതും ഏകദേശം 600 മൈൽ വിസ്തൃതിയുള്ളതുമായ ഓറിയന്റൽ ബേസിൻ, ഏകദേശം 400 മൈൽ വീതിയുള്ള മറ്റൊരു കൂറ്റൻ ഗർത്തമായ ഹെറ്റ് സ്പ്രിംഗ് ബേസിൽ എന്നിവ അക്കൂട്ടത്തിലുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ഉൽക്കാശലകങ്ങൾ പതിക്കുന്നത് മൂലമുണ്ടാകുന്ന ചെറിയ സ്ഫോടന പ്രകാശങ്ങൾക്കും സാക്ഷ്യം വഹിച്ചതായി ബഹിരാകാശ സഞ്ചാരികൾ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും അതികഠിനമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് നാസയെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. ആർട്ടിമിസ് 2 ദൗത്യ സംഘത്തിനെ വളരെ സുരക്ഷിതമായിട്ട് ഭൂമിയിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലാൻ ബി ഇല്ല എന്ന് തന്നെയാണ് നാസ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഓരോ നെഞ്ചിടിപ്പിൻ്റെയും നിമിഷങ്ങളിലൂടെയാണ് നാസ കടന്നു പോകുന്നത്.